ബഡീസ്, വെൽക്കം ടു മൂവി മലയാളി. ഗസ് ഹു ആം എന്ന സീരീസിന്റെ എപ്പിസോഡ് 4 ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് അവർ രണ്ടുപേരും കൂടി ആ ലൈറ്റ് ഹൗസിന്റെ അവിടെ നിൽക്കുന്നതാണ്. എന്നിട്ട് നമ്മുടെ ഹീറോ വിചാരിക്കുന്നത് ഇവൾ തന്നെയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയെന്ന്. കാരണം ആ ചിത്രം തന്നെയാണ് തെളിവ്. പിന്നെ അവൾക്ക് തണുപ്പ് അനുഭവപ്പെടുന്നത് കൊണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവന്റെ ജാക്കറ്റ് ഊരിയിട്ട് അവൾക്ക് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ ഇരുട്ടായപ്പോഴത്തേക്കും അവർ രണ്ടുപേരും കൂടി വഴിയരികിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് അവളാണെങ്കിൽ അവളുടെ പണ്ടത്തെ കാര്യങ്ങളെ കുറിച്ച് അവനോട് പറയുകയാണ്. അമ്മയ്ക്ക് ആക്സിഡന്റ് ആയ നാളുകളിൽ കുറെ നാൾ ഞാനിവിടെ ഒറ്റയ്ക്കായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് ഇരുട്ടിനെ വല്ലാത്ത പേടിയായിരുന്നു. എനിക്കന്ന് കൂട്ടായി നിന്നത് ഈ പവർ ഹൗസിലെ വെളിച്ചമാണ്. എന്നിട്ട് അവളാണെങ്കിൽ എന്റെ വീട് ഇവിടെ അടുത്തവാ, നമുക്ക് അവിടെയും കൂടെ പോവാം എന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. വീട്ടിലെത്തി നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ഓർത്ത് ആകെ അപ്സെറ്റ് ആവുന്നു. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു പാവയുടെ ഫോട്ടോ എടുത്തില്ലേ, അത് അവളുടെ റൂമിൽ കാണുന്നു. അവൾ അതെടുത്തിട്ട് പണ്ടത്തെ കൂട്ടുകാരനെ കുറിച്ച് ആലോചിക്കുന്നു. ഇവള് പിന്നീട് സോഫയിൽ വിഷമിച്ചിരിക്കുന്നത് കണ്ട നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൾക്ക് കുടിക്കാൻ വെള്ളം എടുത്തു കൊടുക്കുന്നു. പിന്നീട് അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജിയാങ് ആണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് മെസ്സേജ് അയക്കുന്നു. പോയ ജോലിയൊക്കെ കഴിഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ട്. എല്ലാം ഞാൻ ചെയ്തു, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് കുറ്റബോധമുണ്ട് ഇവളോട് ഇങ്ങനെ ചെയ്യുന്നതിൽ. കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇവളോട് എല്ലാം തുറന്നു പറയണമെന്ന് അവനോട് പറയുന്നു. അങ്ങനെ അടുത്ത സീനിലായി എത്ര നേരം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ വരുന്നില്ല. അപ്പോൾ നമ്മുടെ ചെയർമാൻ പറയുന്നത് എത്ര നേരമായി കാത്തിരിക്കുന്നു, ഇതൊരു സ്പെഷ്യൽ ഒക്കേഷൻ ആണെന്ന് അവൻ അറിയത്തില്ലേ, പിന്നെ എന്താണ് ഇത്രയും ലേറ്റ് ആവുന്നത്, മറ്റുള്ളവരെ നാണം കെടുത്തുകയാണോ എന്നൊക്കെ അയാൾ പറയുന്നു. ഇത് കേട്ട് സി ആകട്ടെ കുറച്ചു നേരം കൂടി ജിക്ക് വെയിറ്റ് ചെയ്യുക, അവൻ എന്തായാലും വരുമെന്ന് പറയുന്നു. അപ്പോഴേക്കും ഒരു പെണ്ണ് വന്ന് വാതിൽ തുറക്കുകയാണ്. നമ്മുടെ ജി ആണെങ്കിൽ മാസായിട്ട് നടന്നു വരികയാണ്. നമ്മുടെ ജിയാങ് പിന്നീട് തലേ ദിവസത്തെ ഒരു സീനാണ് നമ്മളെ കാണിക്കുന്നത്. ഇന്നലെ രാത്രി സോങ് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ജി അവളോട് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവൻ ആ പാവയിൽ നിന്നും ആ ലോക്കറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. പിന്നൊക്കെയാണ് ജി വന്ന സ്ഥിതിക്ക് നമുക്കിനി ഹാൻഡ് ഓവർ സെറിമണി തുടങ്ങിയാലോ എന്ന്. അവളാണെങ്കിൽ നല്ല ഉറക്കമാണ്. അപ്പോൾ അവളുടെ ഫോൺ ഇങ്ങനെ അടിക്കുകയാണ്. ആരാണെന്നോ, നമ്മളെ ഷെന്നാണ് വിളിക്കുന്നത്. അവൾ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഷെൻ പറയുകയാണ് നീ എന്ത് കാര്യമാണ് ചെയ്തത്, എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അപ്പൊ എന്താ ഉണ്ടായെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഷെൻ അവിടെ ടേബിളിൽ കാണുന്ന ചെയിൻ ആണെങ്കിൽ അവൾ സൂം ചെയ്ത് നോക്കുന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഇത് പണ്ട് തനിക്ക് ഷുവാങ് തന്നതാണെന്ന്. പിന്നീട് എന്നാണ് ഞാൻ വിചാരിച്ചത്, പിന്നെ എങ്ങനെയാണ് ഇത് സാധ്യമാവുന്നതെന്ന് അവൾ ഓർക്കുന്നു. അവൻ എന്നെ ഇത്രയും നാളും പറ്റിക്കുകയായിരുന്നു, ഞാൻ എന്തായാലും ഇത് നടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അങ്ങോട്ട് പോകുന്നു. അങ്ങനെ പൊസസ്സായ നമ്മുടെ ജി ആകട്ടെ നടന്നു പോയ അവളെ അങ്ങ് പിടിച്ച് കിസ്സടിക്കുകയാണ്. ഓഹ് എന്റെ മോനെ, അത് എല്ലാം അങ്ങ് പറയുകയാണ്. എടാ കള്ള, നീ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ, അവിടെ നിൽക്ക്, നിനക്ക് നാണമുണ്ടോ, നീ എന്നെ വലിയ അഭിനയക്കാരനാണോ എന്ന് വിചാരിച്ചിരിക്കണേ, നീ കള്ളനാ, നീ കള്ളൻ, എന്നെ നീ പറഞ്ഞു പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ ഒച്ചയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കിടന്ന് അവള് ചലച്ചിട്ടും അവനൊന്നും അത് കേൾക്കുന്നില്ല. അവൻ ആ പ്രോസസ്സിൽ ഇങ്ങനെ മയങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് അവൻ ഇങ്ങനെ ചോദിക്കുകയാണ് നീ എന്താ എന്നെ ചെയ്തേന്നൊക്കെ. അപ്പോഴാണ് സോങ്ങിന് ഒരു കാര്യം മനസ്സിലാവുന്നത്, തന്റെ പവർ കൊണ്ട് അവൻ ഇപ്പോഴാണ് പ്രോസസ് ആയിരിക്കുന്നതെന്ന്. എനിക്കാണെങ്കിൽ അവളുടെ ആ പവറിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അവൻ ആകെ ഭയപ്പെടുകയാണ്. അവനാണെങ്കിൽ അവനെ തന്നെ കൺട്രോൾ ചെയ്തിട്ട് അവൻ ചെയ്യാണെന്ന് തന്നെ ഉറപ്പിച്ച് പറയുകയാണ്. എന്നിട്ട് അവനാണെങ്കിൽ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ അടുത്ത സീനിലായി നമ്മൾ കാണുന്നത് ചെയർമാനെയാണ്. അവിടെ ഒരാൾ വന്നിട്ട് നമ്മുടെ ഹീറോയിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അയാൾക്ക് കൊടുക്കുന്നു. എന്നിട്ട് അത് ചെയർമാൻ നോക്കിയതിന് ശേഷം നമ്മുടെ അങ്കിളിനും കൊടുക്കുന്നു. അങ്കിളാണെങ്കിൽ അവളുടെ ഫോട്ടോസ് എല്ലാം നോക്കുകയാണ്. അപ്പോഴാണ് ഒരു പിക്ക് അങ്കിളുടെ കണ്ണിൽപ്പെട്ടത്. അത് അവൾ ഷോപ്പിലോട്ട് കയറുന്ന ഒരു പിക്കാണ്. അതിലെ ലോഗോ ആണെങ്കിൽ അയാൾക്ക് കണ്ടു പരിചയമുള്ളതുപോലെ തോന്നുന്നു. അടുത്ത സീനിലായി നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോയിനെയും ഹീറോയിന്റെ ഫ്രണ്ട്സിനെയുമാണ്. അപ്പോൾ നമ്മുടെ ഷെൻ പറയുന്നത് അത് ശരിക്കും ജി അല്ല, അവൻ വേറൊരാളാണ്. അവൻ ഇത്രയും നാളും അബ്രോഡ് ആയിരുന്നു. ഇവിടെ ചൈനയിൽ വന്നിട്ട് 3 മാസമായതേ ഉള്ളൂ. നമുക്കിതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെന്ന് അവർ തീരുമാനമെടുക്കുന്നു. അപ്പോഴേക്കും അവർക്കൊരു മെസ്സേജ് വരുന്നു. പിന്നീട് നമ്മുടെ ജി ആണെങ്കിൽ അവന് വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ അവിടെ അവന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അവന്റെ വരവ് കണ്ടാലറിയാം അവന്റെ ഫുൾ കൺട്രോളും പോയിട്ടാണ് വരുന്നതെന്ന്. ടേബിളിലാണെങ്കിൽ നമ്മുടെ സോങ്ങിന്റെ ഫോട്ടോസ് കാണുമ്പോൾ അവൻ അതിൽ പിന്നെയും മയങ്ങി പോകുന്നു. അവർ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി അവൾക്ക് ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്യാമെന്ന് അവർ തീരുമാനമെടുക്കുന്നു. അതേസമയം സോങ് ആകട്ടെ അവർക്കൊന്ന് ആ മെസ്സേജ് ഇല്ലേ, അത് നമ്മുടെ അങ്കിളാണ് അയച്ചിരിക്കുന്നത്. അയാൾ എന്നിട്ട് അവളോട് പറയുന്നത് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വർക്ക് ചെയ്യാമെന്നും എന്നിട്ട് അവനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെന്നും എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടെന്നും അയാൾ അവളോട് പറയുന്നു.
ഇതിന് പ്രതിഫലമായി അവൾക്കാണെങ്കിൽ ഒരു എമൗണ്ട് ഉള്ള ചെക്കും അയാൾ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന നമ്മുടെ സോങ്ങിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ അതിനെയും കുറിച്ച് ആലോചിച്ച് ആ ഡ്രൈ ഫ്ലവറിന് വെള്ളവും നനച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ഫ്രണ്ട്സ് ആകട്ടെ അവളുടെ തീരുമാനം കേൾക്കാൻ വേണ്ടി നോക്കിയും ഇരിക്കുകയാണ്. അപ്പോഴതാ നമ്മുടെ ജിയാങ് ആണെങ്കിൽ ഡോറും തുറന്നു വരുന്നു. അപ്പോഴത്തേ നമ്മുടെ ജിയാങ് അങ്ങോട്ട് വരികയാണ്. ഞാനാണെങ്കിൽ ജീന്റെ അസിസ്റ്റന്റ് ആണെന്ന് അവൻ പറയുന്നു. നിങ്ങളോട് ചെയ്ത തെറ്റിന് സാറിന് നല്ല കുറ്റബോധമുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ ഗിഫ്റ്റ് വാങ്ങണമെന്നും പറയുന്നു. അതും പറഞ്ഞ് അവനൊരു ചെക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവൾ നോക്കുമ്പോഴതാ പുറത്താണെങ്കിൽ ഒരു കാറ്, അതിൽ നമ്മുടെ ജി ഇരിക്കുകയാണ്. എന്താ നിങ്ങളുടെ ബോസിന് ഇങ്ങോട്ട് വരാൻ ഡിഫിക്കൽറ്റി ഉണ്ട്, അതുകൊണ്ടാണ് വരാത്തതെന്ന്. അപ്പോഴേക്കും നമ്മുടെ ഷെന്നാണെങ്കിലോ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നു പറഞ്ഞിട്ട് അവനായിട്ട് പിടിച്ച് മുടിയിലും പിടിച്ച് വലിക്കുകയാണ്. അവിടെ കയറി ഇരിക്കുന്നു. എന്താ CEO ആയ സ്ഥിതിക്ക് പൈസ തന്നെ എന്നെ വിട്ടുകളയാമെന്ന് നീ വിചാരിച്ചോ എന്ന് ചോദിക്കുന്നു. ഇപ്പൊ എല്ലാരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കപ്പിൾസ് ആണെന്നാ, അത് നമുക്കൊന്ന് റിയൽ ആക്കിയാലോ എന്ന് അവൾ ചോദിക്കുകയാണ്. ഇത് കേട്ട ജിയാകട്ടെ നീ എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും അവൾ അവളുടെ സ്പെക്സ് ഊരുകയാണ്. ഇനി എന്താ നടക്കാൻ പോണേന്ന് പറയണ്ടല്ലോ. അവനാണെങ്കിൽ ആകെ കൂടി കൺട്രോൾ അങ്ങ് പോയി. അവളപ്പൊ ഭയങ്കര റൊമാൻറ്റിക് ആവുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് അവൾ കാറിൽ നിന്നിറങ്ങി നീ എന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് പോവുകയാണ്. അവൾ എന്നിട്ട് റൂമിൽ വന്നിട്ട് അവളുടെ ഫ്രണ്ട്സിനോട് പറയുകയാണ്, നമുക്ക് എന്തായാലും ജിയുടെ ആ കള്ളമുഖം മൂടി കളഞ്ഞിട്ട് അവൻ ക്വിന്നാണെന്ന് തെളിയിക്കണമെന്ന്. അപ്പൊ ഷെന്നിനാണെങ്കിലോ ഇതിന് 100% സമ്മതം. കാരണം എന്താ, അവൾക്കാണെങ്കിൽ ജിയാഗിനോട് ഓൾറെഡി ആണെങ്കിൽ ദേഷ്യമുണ്ടല്ലോ. അപ്പൊ ഇതിലൂടെ അവൾക്കും പ്രതികാരം ചെയ്യാമെന്നാണ് അവൾ ചിന്തിക്കുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും സംസാരം കേട്ട് നമ്മുടെ കണ്ണാടി ചെറുക്കനാകട്ടെ ആദ്യം നിങ്ങളൊന്ന് സമാധാനപ്പെടും, നമുക്ക് ഇതിനു വേണ്ടിയിട്ട് തെളിവുകളാണ് വേണ്ടത്, അതിനുവേണ്ടി നമുക്ക് ആദ്യം നോക്കാമെന്ന് പറയുന്നു. അടുത്ത സീനിലായി നമ്മളെ കാണിക്കുന്നത് ജീനെയും അവന്റെ ഫ്രണ്ട്സിനെയുമാണ്. അവരാണെങ്കിൽ നമ്മുടെ സോങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതിന്റെയൊക്കെ പിന്നിൽ ആരെങ്കിലും ഉണ്ടാവുന്നതാണ് അവരുടെ സംശയം. കാരണം സോങ് ആണെങ്കിൽ നമ്മുടെ ഹീറോന്റെ കൂടെ 1-2 തവണയൊന്നുമല്ല ഇതുപോലെ മീറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് അവർക്ക് കൂടുതൽ സംശയത്തിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ജിയാണെങ്കിൽ അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വെറും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണെന്നാണ്. പക്ഷെ നമുക്ക് എന്തായാലും അത് തെളിയിച്ചു കൊടുത്ത് അവരുടെ വായ മൂടിക്കെട്ടണമെന്ന് ജിയാങ്കിനോട് പറയുന്നു. പിന്നെ നമ്മൾ കാണുന്നത് സോങ് ആണെങ്കിൽ ജിക്ക് മെസ്സേജ് അയക്കുകയാണ്. ആ സമയത്ത് തന്നെ ഷെൻ വരികയാണ്. നീ എന്താടി പെണ്ണെ ഇങ്ങനെ അവനെ എന്ത് ചെയ്യാന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കണേ, ഇങ്ങനെയാണെങ്കിൽ അവൻ നിനക്ക് ലാസ്റ്റ് ആണ് റിപ്ലൈ തരുള്ളൂ, നീ ആണെങ്കിൽ കുറെ നിന്റെ സ്റ്റിക്കേഴ്സ് അവൻ അയച്ചു കൊടുക്കുക, അപ്പൊ അവൻ ഇംപ്രസ് ആവുമെന്ന് പറയുന്നു. അങ്ങനെ ഓഫീസിലിരിക്കുന്ന നമ്മുടെ ജിക്കാണെങ്കിൽ മേത്ത് നിൽക്കുകയാണ്. എന്തൊക്കെയോ ടൈപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങ് സെൻഡ് ആക്കാൻ അവന് തോന്നുന്നില്ല. അതേസമയം അവിടെയാണെങ്കിൽ നമ്മൾ ഷെന്നിന് ആകെ ടെൻഷൻ. അവൻ കുറേ നേരമായിട്ട് ടൈപ്പിംഗ് കാണിച്ചുകൊണ്ടിരിക്കും, ഒന്നും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, അവളുടെ പ്ലാൻ അങ്ങ് വർക്കായില്ല എന്നൊക്കെയാണ് അവൾക്ക്. എന്നിട്ട് ജി ആണെങ്കിൽ ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ ജിയാങ്ങിന്റെ അടുത്ത് പോകുന്നു. അപ്പോൾ ജിയാകട്ടെ നീ ഇവൾക്ക് നോ എന്ന് പറഞ്ഞ് റിപ്ലൈ കൊടുക്കുക എനിക്ക് പറ്റുന്നില്ല എന്ന്. ഇത് കേട്ട ജിയാങ്ങിന് ഫോൺ ആക്കി ജിയാകട്ടെ നീ എന്തിനാണ് നമ്പർ ഡിലീറ്റ് ആക്കിയത്, നിന്നോട് നോ എന്ന് പറഞ്ഞ് റിപ്ലൈ അയക്കാനല്ലേ പറഞ്ഞത്, നീ എന്നെ ഈ കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് ചോദിക്കുകയാണ്. അപ്പൊ ജിയാങ്കാകട്ടെ നീ മിണ്ടരുത്, ഫ്യൂച്ചറിലുള്ള മാർക്കറ്റിനെ കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ എൻ്റെ എല്ലാം വന്ന് നശിപ്പിച്ചതെന്ന് ദേഷ്യത്തോടെ പറയുന്നു. എന്നിട്ട് അവനോട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാനും പറയുന്നു. അതേസമയം അങ്ങോട്ടേക്കാണെങ്കിൽ സി വരികയാണ്. എന്നിട്ട് നമ്മുടെ സോങ്ങിനെ കുറിച്ച് പറയുകയാണ്. അവളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതായത് അവൾ ആദ്യം എന്തോ ഒരു പവർ ഉണ്ടെന്ന് ഇവർ ഡിസ്കസ് ചെയ്യുന്നു. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മുടെ സോങ് അവിടെ വന്ന് ഭയങ്കര ഒച്ചപ്പാട്. നീ അവിടെ ഉള്ളിൽ കയറിയിട്ട് എന്നെ എടുക്കുവാടാന്നൊക്കെ പറഞ്ഞ് ആ ക്ലാസ്സിൽ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങി വാ, എനിക്ക് നിന്നോട് സംസാരിക്കണം, നീ എൻ്റെ നമ്പർ ഡിലീറ്റ് ആക്കുമല്ലേ, എൻ്റെ മെസ്സേജ് നിനക്ക് കാണാൻ പറ്റില്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് അവൾ ഷൗട്ട് ആവുകയാണ്. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തത് എന്താ ആവുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. നമ്മുടെ സോങ് എന്തിനാ അവിടെ വന്നേന്നു, നമ്മുടെ ജി ആണെങ്കിൽ ഇനി അതിന് എന്തൊക്കെ ചെയ്യുന്നൊക്കെ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ചെയ്ത് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ